നീറ്റ് പരീക്ഷ എന്ന് നമ്മൾ പറയും. എന്താണ് ഇത് നമ്മൾ കാണുന്നത്? നീറ്റ് എന്ന് പറയുന്ന ഒട്ടും നീറ്റല്ല എന്നുള്ളത് വെളിവായി. ആ നീറ്റ് ഇവിടെ ഇത്ര ലക്ഷക്കണക്കിന് വിദ്യാർത്ഥിനികൾ അവർ കഷ്ടപ്പെട്ട് ബേണിംഗ് ദെയർ മിഡ് നൈറ്റ് ഓയിൽ എന്ന് നമുക്ക് പറയാം, രാത്രി കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് മനഃപ്പാടമാക്കി പരീക്ഷ എഴുതാൻ പോകും. എന്തിന്? അത് ക്വാളിഫൈ ചെയ്ത് വന്നാൽ മാത്രമേ ഇപ്പോൾ MBBS അതിന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അത് വേണം. ഇത് പഠിച്ച് ഇത്രത്തോളം കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥിനികൾ അവരുടെ എല്ലാം കണ്ണീരല്ലേ ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ, പക്ഷേ അതിന് വെളിയിൽ കൂടെ വന്നിട്ട് ഒരു 30 ലക്ഷം രൂപ അങ്ങോട്ട് എണ്ണി കൊടുക്കും. പണമുള്ളവൻ എന്ത് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ രാജ്യത്ത്. കൊടുത്തു കഴിയുന്ന ഉടനെ അവന് ക്വസ്റ്റ്യൻ പേപ്പറും കൊടുക്കുക. അത് മാത്രം കൊണ്ടുവച്ച് പഠിച്ച് കാണാതെ ഉത്തരം പഠിച്ച്, അതും കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ, കാരണം അത്രയും കഴിവില്ല. അത് ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ബീഹാറിൽ, അതേപോലെ തന്നെ ഗുജറാത്തിൽ. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ഒരുപാട് മേഖലകളിൽ, അതായത് വിദ്യാഭ്യാസത്തിലെ ഒരുപാട് മേഖലകളിൽ ഗുജറാത്തിൽ നിന്ന് ബീഹാറിൽ നിന്ന് ഒരുപാട് ആളുകൾ കടന്നു വരാറുണ്ട്. പലപ്പോഴും ഈ സിവിൽ സർവീസിലേക്കൊക്കെ ഉള്ള സെലക്ഷനിൽ. എന്നാൽ അത്രത്തോളം വലിയ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇവിടെ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പോലും അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ ഒരുപാട് പേര് ബീഹാറിൽ നിന്ന് വരും. കാരണം ഒരു പരീക്ഷയുടെ ഉണ്ടല്ലോ ഒരു സെൻറ്റർ, ഇതിൻ്റെ സെലക്ഷൻ്റെ ഒരു സെൻറ്റർ അവിടെ ഉണ്ട്. ബാക്കി ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് ഇത് മതി. ഒരു പരീക്ഷയുടെ സെൻറ്റർ അവിടെ ഉണ്ട്. അതോടുകൂടി അവിടുത്തെ കുട്ടികൾ ഒരുപാട് പേര് കടന്നു വരും. കുറ്റമല്ല, അതങ്ങനെ ചെയ്യാം. അവർക്കൊക്കെ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല, അവിടെ എന്തും കാണിക്കാം. ഇവിടെ 30 ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് പേപ്പർ കൊടുത്തത്, ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തത്. അത് ഏതോ ഒരു ചാനലിൽ വരെ അപ്ലോഡ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അത് എത്ര പേർക്ക് ഇത് പറഞ്ഞു കിട്ടിയിട്ടുണ്ടെന്നറിയോ? അപ്പോൾ യഥാർത്ഥത്തിൽ നിർബന്ധമായിട്ടും ഇന്നലെ മന്ത്രിയുടെ പ്രസ്താവന കണ്ടു, എനിക്ക് വളരെ ആശ്ചര്യം തോന്നി. അതായത് തൽക്കാലം ഇതെന്തായാലും റദ്ദാക്കുന്നില്ലെന്ന്. തൽക്കാലം റദ്ദാക്കരുത്. കാരണം എന്താ? ബാക്കി അദ്ദേഹത്തിന് ആവശ്യമുള്ള ആളുകൾക്ക് കുറേ കിട്ടിയവരുണ്ട്, കുറേ സ്ഥാപനങ്ങളുണ്ട് ഇതുപോലെ പരസ്യം കൊടുക്കാനായിട്ട് നടത്തുന്നത്. ഇതങ്ങോട്ട് നീറ്റ് പരീക്ഷ അതിൻ്റെ പിറ്റേന്ന് തന്നെ അതിൻ്റെ ഫലം വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. പേപ്പറിനെല്ലാം ഡോക്കറ്റ് പരസ്യമല്ലേ, ഹിന്ദുവിനും ഇന്ത്യൻ എക്സ്പ്രസ്സിന്, അതേപോലെ തന്നെ നമ്മുടെ ഈ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങൾക്കെല്ലാം ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന മുഴുവൻ ചെറിയ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ എടുത്ത് അങ്ങ് പരസ്യം ചെയ്തേക്കാണ്. ഇത്രയും കുട്ടികൾക്ക് കിട്ടുന്നത് എന്തിനാണ്? അടുത്ത തവണ അറുത്തു വന്ന് വേറെ ആളുടെ വാങ്ങിക്കണമെങ്കിൽ ഈ പരസ്യം അങ്ങോട്ട് കൊടുക്കണം. അതിനു വേണ്ടിയാണ്. ഇതൊക്കെ ഒരു വലിയ ബിസിനസ്സായിട്ട് അങ്ങ് മാറി. ഈ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജീവിതമാണ് എന്നുള്ള കാഴ്ചപ്പാടൊക്കെ മാറി. അതിൽ നിന്ന് പോയിട്ട് ലൈഫ് ഈസ് എഡ്യൂക്കേഷൻ എന്നുള്ളതിന് പകരം ഇപ്പം വന്നേക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് ബിസിനസ് എന്ന് വന്നു. ഒരു വലിയ ബിസിനസ്സാണ് എഡ്യൂക്കേഷൻ. അതാണ് ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ വ്യാപാരമാണ് നമ്മുടെ രാജ്യത്ത്. ആ രീതിയിലേക്ക് മാറി. അതിനെയൊക്കെ പറ്റിയേക്കുന്നത് ഏതാണെന്ന് അറിയാം. ഈ സെൻട്രൽ ഏജൻസികളിലൊക്കെ അത് ഭരിക്കുന്ന നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും അതിൻ്റെയോടുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളുടെയും ആളുകളുടെയൊക്കെ കുത്തിക്കയറ്റി തിരികെ കയറ്റി അവരാണ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കും. അല്ലാതെ വലിയ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയൊന്നും അല്ല അതിനകത്ത് കയറ്റി വെച്ചേക്കുന്നത് കേട്ടോ. വാങ്ങിച്ച ഡിഗ്രി അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ചരിത്രം സൃഷ്ടിക്കുന്നെന്ന് പറഞ്ഞ പോലാണ് ഈ ഡിഗ്രി ഓരോ വിധത്തിൽ വാങ്ങിച്ചെടുത്തേക്കുന്ന ആളുകൾ. അവർ വലിയ ഗവേഷണ പ്രബന്ധങ്ങൾ ഹാജരാക്കി ഉണക്കക്കൊഞ്ചിനെ കരിമന്തിയാക്കുന്ന സൈസുള്ള ഗവേഷണങ്ങൾ. ഇതൊക്കെ കണ്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ തലപ്പത്ത് പിടിച്ചിരുത്തിയേക്കുന്നത്. അവർ പിന്നെ കറപ്ഷൻ കാണിക്കത്തില്ലേ? അവർ കാണിക്കും. ഇത് നല്ല രീതിയിൽ നടത്താൻ ഒക്കാത്തത് കൊണ്ടല്ല, പക്ഷേ നല്ല രീതിയിൽ നടത്താൻ പറ്റിയ ആളുകൾ അവിടെ വേണം. അതില്ല അതിൻ്റെ തലപ്പത്ത്. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസ്താവന ഇന്നലെ ഇത് വന്നത് ഇന്ന് പത്രത്തിലെ മാധ്യമങ്ങളിലൊക്കെ അടിച്ചു വന്നത് കണ്ടു. നമ്മുടെ ബഹുമാനീയനായ പ്രധാനമന്ത്രിക്ക് കേട്ടോ അത് പറഞ്ഞേക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്. അത് ആലോചിച്ച ശരിയുമാണ്. ഉക്രൈനിലെ യുദ്ധം, അതുപോലെ തന്നെ ഗാസയിലെ യുദ്ധം നിർത്താൻ പറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിക്ക് ഇവിടെ ഒരു പരീക്ഷ നന്നായിട്ട് നടത്താൻ ഒക്കുന്നില്ല. അതിലെ ആ നാഷണൽ ലെവലിലുള്ള ആ പരീക്ഷയിൽ നടത്തിയിരിക്കുന്ന അതിക്രമങ്ങളും അഴിമതിയും അത് തടയാൻ പറ്റുന്നില്ല എന്നുള്ള പ്രസ്താവന വളരെ സ്വാഗതാർഹമായ ഒരു പ്രസ്താവനയാണ്. ഒരു സംശയമൊന്നുമില്ല. കാരണം ഇത് ആലോചിക്കണം.
ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, അവിടെ അല്ല വേണ്ടത്. ആദ്യം നമ്മുടെ നാട്, നമ്മുടെ വീട് നന്നാക്കിയിട്ട് നാട് നന്നാക്കാൻ ഇറങ്ങണം. ഈ ലോകം നന്നാക്കാൻ ഇറങ്ങല്ലേ, അതിനു മുമ്പ് നമ്മുടെ വീട്, നമ്മുടെ രാജ്യം ഒന്ന് നന്നാവണം. അതാണല്ലോ വേണ്ടത്. വീട്ടിന് കൊള്ളാത്ത ഒരാൾ എങ്ങനെ നാടിന് കൊള്ളാവുന്നത് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അത് നമുക്ക് അതൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഈ ഭാവി അവർ ഇരുട്ടിലാണ് ഇപ്പോൾ. സുപ്രീം കോടതി ഞാൻ വിചാരിച്ചു യഥാർത്ഥത്തിൽ ഈ കൗൺസിലിംഗ് തടയും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ കൗൺസിലിങ്ങിന് സ്റ്റേ കൊടുക്കുന്നില്ല. അതും എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇത്രയും വലിയ അഴിമതി വെളി വന്നതാണ്. അതായത് പണം കൊടുത്ത് ചോദ്യപേപ്പർ ആവട്ടെ, ഒരു ചോദ്യപേപ്പർ ചോർന്നാൽ പോലും ചോർച്ച തന്നെയാണ്. ആ എക്സാമിൻ്റെ സാങ്ക്ടിറ്റി മുഴുവൻ നഷ്ടപ്പെടുകയാണ്. അതിൻ്റെ പുറത്തോട്ട് പിന്നെ അതിൻ്റെ ഫർദർ നടപടികൾ നടത്താൻ പാടില്ലാത്തതാണ്.